Electronic configuration of sodium atom Na11 1s2 2s2 2p6 അത് കഴിഞ്ഞ് എന്താണ് 3s1 ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി പഠിച്ചത്. ഇനി ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. റൈറ്റ് ഓൾ ദ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് സോഡിയം ആറ്റം. സോഡിയം ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എല്ലാ ക്വാണ്ടം നമ്പേഴ്സും എഴുതുക. ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഏതാണ്? ബോറിൻ്റെ ഓർബിറ്റ്. ബോറിൻ്റെ ഓർബിറ്റ് ഏതാണ്? തേർഡ് വൺ, എം ഷെല്ല്. ഇതിലുള്ള ഇലക്ട്രോണിൻ്റെ എല്ലാ ക്വാണ്ടം നമ്പറും എഴുതുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഔട്ടർമോസ്റ്റ് ഷെല്ല്? 3s1 എണ്ണം നമുക്ക് കിട്ടിയത്. ഇതിൽ ഫസ്റ്റ് ക്വാണ്ടം നമ്പർ ഏതാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇതെഴുതുന്നെങ്ങനെ? ലെറ്റർ എൻ. എൻ വെക്കുമ്പോൾ എത്രാമത്തെ ഷെല്ലാണ്? എത്രാമത്തെ ഷെല്ലാ? തേർഡ് ഷെൽ. എൻ ഈസ് ഈക്വൽ ടു 3. ഇനി നെക്സ്റ്റ് എൽ വാല്യൂ ആണ് എഴുതേണ്ടത്. അസിമൂത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ. അസിമൂത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ഓർബിറ്റലാണ് എന്നാണ്. എസ് ഓർബിറ്റലാണോ, പി ഓർബിറ്റലാണോ, ഡി ആണോ, എഫ് ആണോ? എസ് ഓർബിറ്റലാണ് ഇവിടെ. നമുക്കറിയാം എസ് ഓർബിറ്റലിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും കഴിഞ്ഞു, അസിമൂത്തൽ ക്വാണ്ടം നമ്പറും കഴിഞ്ഞു. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം എൽ അല്ലെങ്കിൽ എം. ദിസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഈസ് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അസിമൂത്തൽ ക്വാണ്ടം നമ്പർ എൽ. അതുകൊണ്ടാണ് എം എൽ എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഓറിയൻറ്റേഷനാണ്. എസ് ഓർബിറ്റൽ ആണ് എന്ന് പറഞ്ഞു. എസ് ഓർബിറ്റലിന് ആകെ ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. അതിന് സ്ഫെറിക്കൽ ഷേപ്പാണുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയും അതിനെ സ്ഫെറിക്കലി സിമ്മട്രിക്കലാണ്. ഒരു തരത്തിലുള്ള എസ് ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എങ്ങനെ നമ്മൾ എം വാല്യൂസ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്? -L മുതൽ 0 പ്ലസ് എല്ലിൽ വരണം. ഇവിടെ എന്താ 0 ആണ് എൽ വാല്യൂ തന്നെ. അപ്പോൾ നമുക്ക് എം എല്ലിനും എന്തെന്നെ കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. ഇനി എം എസ് വാല്യൂ, അതായത് സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂ. എസ് എന്നും പറയും, എം എസ് എന്നും പറയും. ഒരു ഇലക്ട്രോണാണ് ഉള്ളത്. ഇതിൽ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ എം ഷെല്ലിൽ. ആ ഇലക്ട്രോൺ 2 തരത്തിൽ തിരിയാം. ക്ലോക്ക് വൈസിലേക്ക് തിരിയാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയാം. അപ്പോൾ അതിന് രണ്ടിനും പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ +½ ആകാം, അല്ലെങ്കിൽ -½ ആകാം. ഇങ്ങനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതുക എന്നാണ് പറഞ്ഞത്. ക്വാണ്ടം നമ്പേഴ്സ് എഴുതണമെങ്കിൽ ഏതൊക്കെ വേണം? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എഴുതണം, അസിമൂത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പേഴ്സും എഴുതണം. അപ്പോൾ അഡ്രസ്സ് കിട്ടുകയാണ് നമ്മൾ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ. ഇനി എൻ വാല്യൂ, മെയിൻ എനർജി ലെവൽ എത്രാമത്തതാണ്? ഈ നമ്പറാണ് എഴുതേണ്ടത്, 3. അസിമൂത്തൽ ക്വാണ്ടം നമ്പർ ഏത് ഓർബിറ്റാണ് ഇവിടെ ഉള്ളത് എന്ന് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? എസ് ആവുകൊണ്ട് 0 എന്ന് എഴുതി. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഏതിനെ ആശ്രയിച്ചിരിക്കും? അസിമൂത്തലിൻ്റെ എൽ വാല്യൂവിനെ ആശ്രയിച്ചിരിക്കും. എങ്ങനെ നമുക്ക് മാഗ്നറ്റിക്കിൻ്റെ വാല്യൂ കിട്ടുക? -L മുതൽ 0 പ്ലസ് എൽ വരണം. ഇവിടെ എന്താണ്? ആദ്യം എൽ വാല്യൂ തന്നെ 0 ആണ്. അപ്പോൾ എം എൽ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? 0 ആകും. പിന്നെ എം എസ് സ്പിന്നിങ്, ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ട് അത് +½ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ തിരിയാം. ഏതെങ്കിലും ഒന്നായിരിക്കും. ഒരേ ഇലക്ട്രോൺ തന്നെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും തിരിയൂല. ഒന്നുകിൽ ക്ലോക്ക് വൈസിൽ തിരിയാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിയാം. അതുകൊണ്ട് +½ ആകാം, അല്ലെങ്കിൽ -½ ആകാം. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും ക്വാണ്ടം നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്.